ശ്രീ അജിത് കുമാർ, അതായത് നമ്മൾ ഈ ഒരുപക്ഷെ യുവരാജ് സിംഗ് വിരമിച്ച ശേഷം സെക്കൻഡ് ഡൗണിൽ കൃത്യമായി പെർഫോം ചെയ്യുന്ന ഒരു ബാറ്റർ വന്നു കണ്ടില്ല. പക്ഷെ അടുത്തിടെയായി ആ ലോകകപ്പ് മുതൽ ഇങ്ങോട്ട് ശ്രേയസ് അയ്യർ എന്ന താരത്തിൻ്റെ മികവ് കൃത്യമായി കുറച്ചു പന്തുകളിൽ എത്ര ടെൻഷൻ സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്ന് നന്നായി കളിക്കുക, അതിവേഗത്തിൽ റൺസ് എടുക്കുക, കൂടുതൽ സിംഗിൾസും ഡബിൾസും എടുത്ത് സ്ട്രൈക്ക് ചേഞ്ച് ചെയ്യുക, അങ്ങനെ കൃത്യമായൊരു സെക്കൻഡ് ഡൗൺ ബാറ്റ്സ്മാനായി ശ്രേയസ് വളർന്നത് ഇന്ത്യൻ ടീമിന് മുതൽക്കൂട്ടല്ലേ? തീർച്ചയായിട്ടും ശ്രേയസിന്റെ വരവ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ഒരു ക്രൈസിസ് പോയിന്റ്. ഏറ്റവും നല്ലത് ന്യൂസിലാൻഡ് മത്സരത്തിൽ ആദ്യത്തെ 3 വിക്കറ്റ് പോയപ്പോ നമ്മളെല്ലാം വിറച്ചു വിചാരിച്ചു എന്താണ് ഇത്, വാട്ട് ഇസ് ഹാപ്പനിങ്. അക്ഷർ പട്ടേൽ നമ്പർ 5 ആയിട്ട് വരുന്നു, ശ്രേയസ് അയ്യർ കൂടി നല്ലൊരു പാർട്ട്ണർഷിപ്പ്. ശ്രേയസ് അയ്യറെ പോലെ തന്നെ നമ്പർ 5 അക്ഷർ പട്ടേൽ ഓൾസോ, അതും ഒരു വലിയൊരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ശ്രേയസ് അയ്യർ മാത്രമല്ല, അക്ഷർ ഈ നമ്പർ 5 വരുന്നത് അത് അടുത്തൊരു ചോദ്യമായി ചോദിക്കാനിരുന്നതുമാണ്. കാരണം അക്ഷർ പട്ടേലിനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം നേരത്തെ ഇറക്കി വിട്ടിരുന്ന സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ ഡൗണിൽ തന്നെ കൃത്യമായി വരുന്നു, കുറച്ചു നേരം നന്നായി കളിക്കുന്നു, നല്ലൊരു ഇന്നിങ്സ് പടുത്തുയർത്തുന്നു, ടീമിന് സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകാത്ത ഇന്നിങ്സുകൾ, അതായത് അധികം പന്തുകൾ മിസ്സാക്കാതെ വളരെ ഭംഗിയായി അക്ഷർ പട്ടേൽ ഒരു ഇരുത്തം വന്ന ഓൾറൗണ്ടറായി. ഒരുപക്ഷെ ജഡേജ അങ്ങോട്ട് വിരമിച്ചു പോയാലും ആ സ്പേസിലേക്ക് കൃത്യമായി നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്ന ഒരു ഒന്നാന്തരം ഓൾറൗണ്ടറായി അക്ഷർ വളർന്നു. അപ്പോൾ ശ്രേയസ് പ്ലസ് അക്ഷർ. തീർച്ചയായിട്ടും ശ്രേയസ് പ്ലസ് അക്ഷർ. ഇപ്പൊ എല്ലാ മത്സരത്തിലും അക്ഷറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അത് നമ്മൾ കണ്ടല്ലോ. ഇപ്പം 114 പാർട്ട്ണർഷിപ്പ് ആയിരുന്നു കോഹ്ലിയും ശ്രേയസും തമ്മില് പാകിസ്ഥാനായിട്ട്. അതിനുശേഷം അക്ഷർ വന്നിട്ട് നന്നായിട്ട് കളിച്ചു. അദ്ദേഹം ശരിക്കും ഇന്നിങ്സ് സ്റ്റഡി ചെയ്തു. പക്ഷെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അക്ഷർ തോന്നിയത് ന്യൂസിലൻഡ് ആയിട്ടാണ്. കാരണം ന്യൂസിലൻഡ് ആ ടോപ്പ് 3 ബാറ്റ്സ്മാർ ഔട്ടായി. ശ്രേയസ് അപ്പുറത്തുണ്ട്. അന്ന് മാറ്റ് ഹെൻറിയും ജാമിസണും അങ്ങനെ ശരിക്കും അവരുടെ ബെസ്റ്റിലായിരുന്നു. ഇത്രയും നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഓപ്പണിംഗ് അറ്റാക്ക് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ടൂർണമെന്റില്. മാറ്റ് ഹെൻറിയും ജാമിസന്റെയും അന്നത്തെ ആ ഓപ്പണിംഗ് 3 വിക്കറ്റ് പറയുമ്പോഴേക്കും പോയി, ഓപ്പണേഴ്സും പോയി, വിരാട് കോഹ്ലിയും പോയി. ആ അവസരത്തിൽ കൃത്യതയോടെ അക്ഷർ പട്ടേലിന്റെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ലെവൽ ഹെഡഡ് ബാറ്റിംഗ് ആണ്. 61 balls 42 runs. എക്സാക്ട്ലി അതാണ്. അത് മാത്രമല്ല ശ്രേയസ് എന്തോ നന്നായിട്ടാണ് ബാറ്റ് ചെയ്തത്. 17 കൊടുത്തെടുത്തൊരു ശ്രേയസ്. രണ്ടുപേരും കൂടി ആ ടീമിനെ ഒരു 100+ എത്തുക എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കോൺഫിഡൻസ് ആയി. പിന്നെ രാഹുലും നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഹാർദിക്ക് യൂഷ്വൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാമിയോ എപ്പോഴും ഉണ്ടല്ലോ, ഒരു 12 ബോളില് ഒരു 25-30 റൺ എടുത്ത് പോവാ. ഹാർദിക്കിനെ കണ്ട അതാണ് ഹാർദിക്ക് ചെയ്യേണ്ടതും അദ്ദേഹം വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നതും. പക്ഷെ അത് അദ്ദേഹത്തിന് ചെയ്യണമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ വേണം. ഓൺ കൺട്രി ഒരു 25 for 5 ഹാർദിക്ക് വന്നാൽ 25 for 6 ആവും, യാതൊരു സംശയമില്ല. ഹാർദിക്കിന് അങ്ങനത്തെ സിറ്റുവേഷൻ കളിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ സെമിഫൈനൽസിലെ വിരാട് 84 എടുത്തിട്ട് ഔട്ടായ ശേഷം ശരി ഒരു 40 റൺ സ്റ്റേജ് വരുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ബാറ്റ്സ്മാനാണ് ഹാർദിക്. അപ്പൊ ഹാർദിക്കിനെ നമുക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം. ശരിക്കും ഒരു ODI സ്ക്വാഡ് ഉണ്ടല്ലോ, ഇന്ത്യയുടെ ശരിക്കും ഒരു വെൽ ഡെവലപ്ഡ് ODI സ്ക്വാഡ് ആയിരിക്കാം. ഓരോരുത്തരും മെച്ചം മാത്രമല്ല ഒരു ടീം ഗെയിമാണ്. ശരിക്കും ഒരു ടീം സ്പിരിറ്റില്, ഇത്രയും ടീം സ്പിരിറ്റില് ഇന്ത്യ കളിക്കുന്നത് ഞാൻ വളരെ റെയറായിട്ട് കണ്ടുള്ളൂ. എനിക്കുള്ള ലോകകപ്പിൽ പോലും ഇങ്ങനെ അവര് കളിച്ചിട്ടില്ല, കഴിഞ്ഞ ലോകകപ്പില്, ODI ലോകകപ്പില്. അപ്പൊ അവിടെ നിന്ന് മനസ്സിലാവുന്ന വളരെ കൃത്യമാണ്, ഇതൊരു ചാമ്പ്യൻസ് ആവാനായിട്ടുള്ള ഒരു ടീമാണ്, ചാമ്പ്യൻസ് ആയിട്ട് വരാനൊരു ടീമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഈ ടീമിനോട് ഇഷ്ടമായത്. ശരി, ശ്രീ അജിത് കുമാർ, അതായത് നമ്മുടെ ഓപ്പണർ ക്യാപ്റ്റൻ മികച്ച തുടക്കം ലഭിക്കുന്നു, പക്ഷേ അതൊരു വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകാനാകുന്നില്ല രോഹിത് ശർമ്മയ്ക്ക്. ഒരു ഇന്നിങ്സ് നന്നായി കളിച്ചു, ഒരു പ്രഷർ സിറ്റുവേഷനാണ്, ഫൈനലാണ്, മാത്രമല്ല ഫോം ഔട്ടാണ്. ജയിച്ചാൽ ഒരു പക്ഷേ ടീമിൽ തുടരാം, വിരമിക്കാം. തോറ്റാൽ ഉറപ്പായും ഒരുപക്ഷെ വിരമിക്കേണ്ടി വരാം. അല്ലെങ്കിൽ തന്നെ 2020 വിരമിച്ചു, ടെസ്റ്റ് ടീമിൽ ഇടം പിടിക്കാൻ കഴിയുമോ എന്ന് പോലും സംശയമാണ്. കാരണം വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു തുടരെ. പക്ഷേ രോഹിത് എന്ന ക്യാപ്റ്റൻ ഇന്ത്യയെ എത്ര വട്ടമാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത്? ഞാനത് നോക്കി, 55 വൺ ഡേ, 41 ജയിക്കുന്നു, 12 എണ്ണത്തിൽ തോൽക്കുന്നു. ICC ടൂർണമെൻറ്റിലേക്ക് വന്നാൽ 29, 26 ജയിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ. പക്ഷേ രോഹിത് എന്ന പ്ലെയർ ഒരുപക്ഷെ വലിയ സമ്മർദ്ദത്തോടെ ആകുമോ ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുക? അതോ
അനായാസം അടിക്കാൻ തന്നെ കളിക്കാൻ ശ്രമിക്കുമോ? രോഹിത്തിന് അങ്ങനെ മാത്രമേ കളിക്കാൻ അറിയൂ. അനായാസമായിട്ട് അടിക്കുക. കഷ്ടകാലത്തിന് അദ്ദേഹം ഔട്ടായിരിക്കുന്ന സ്ട്രോക്സിന് പോയിട്ടാണ് ഔട്ടായിരിക്കുന്നത്. അല്ലാതെ വിരാട് ഔട്ടാകുന്ന പോലെ സ്ലിപ്പിലും ഗളിയിലും ക്യാച്ച് പിടിച്ചിട്ടില്ല. സ്ട്രോക്സിന് കൂടെ ഒന്നെങ്കിൽ ബോൾഡാവും, അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു സ്ട്രോക്കിന് പോകും. ഒരു കാര്യം, രോഹിത്തിന്റെ ഒരു ക്ലാസിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു സംശയമില്ല. ശരിക്കും ഇംഗ്ലണ്ട് ആയിട്ടുള്ള ആ സെഞ്ചുറി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊക്കെ രോഹിത്തിനെ വളരെയധികം വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇംഗ്ലണ്ട് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ സെഞ്ചുറി കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് ഇനിയും ക്രിക്കറ്റിന്റെ ബാല്യമുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഇന്നാണ് വരാൻ പോണത്. ഏറ്റവും നല്ല ഉദാഹരണം T20 എല്ലാ മത്സരത്തിലും ഫെയിൽ ചെയ്ത വിരാട് കോഹ്ലി ഫൈനൽസ് ഒന്ന് 70th ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ ആ 70 കാരണമാണ് ഇന്ത്യ അന്ന് നമ്മൾ ജയിച്ചത്. അതുപോലെ ഒരു ഇന്നിങ്സ് ആണ് ഇന്ന് രോഹിത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തെ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. അതായത് 10 ഓവർ വരാനിരിക്കുന്ന സ്കോർ അതെല്ലാവരും എപ്പോഴും ഓർക്കുന്ന ഒന്നാണ്. 10 ഓവർ നിന്നാൽ മതി വിരാട് ഒരു 50യോ അതിൽ കൂടുതലോ ഒക്കെ സ്കോർ ചെയ്യാനും ഇന്ത്യ ഒരു വലിയ അടിത്തറയിട്ട മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്ന ഒരു ബാറ്റ്സ്മാനാണ് രോഹിത് ശർമ്മ. വിരാട് കോഹ്ലിക്ക് കൂടുതൽ അനായാസം കളിക്കാനാകും, അതിലൂടെ മധ്യനിരയ്ക്ക് കുറച്ചുകൂടി പെർഫോം ചെയ്യാനാകും. അപ്പോൾ രോഹിത് വളരെ ക്രൂഷ്യലാണ് ഇന്നത്തെ മത്സരത്തിൽ. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഓപ്പണിംഗ് സ്റ്റാൻഡ്. രോഹിത്തും ശുഭ്മാനും രണ്ടുപേരും കൂടി നല്ലൊരു ഓപ്പണിംഗ് സ്റ്റാൻഡ് ഇട്ടാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. കാരണം മറ്റ് ടീമുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ന്യൂസിലൻഡ് ഓപ്പണിംഗ് ബോളേഴ്സ് രണ്ടുപേരും നല്ല മെച്ചമുള്ളവരാണ്. ഇപ്പൊ മാറ്റ് ഹെൻറി ഇല്ലെങ്കിൽ റൂക്ക് കളിക്കേണ്ടി വരും. ചിലപ്പോൾ ഇന്ന് റൂക്കിനെ ചിലപ്പോൾ മാറ്റി കോൺവേ വരുന്നതാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ അപ്പൊ റൂക്കിനെ അവർ എന്തായാലും കളിപ്പിക്കേണ്ടി വരും. അപ്പൊ റൂക്ക് കളിക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞത്, തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം ഡെഫിനറ്റ് ആണ്, അതായത് അദ്ദേഹം ഒന്ന് ആഹ്ലാദ ഓപ്പണിംഗ് ബോളറാണ്. അപ്പൊ ഏറ്റവും ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ തന്നെ ബെസ്റ്റ് ഓപ്പണിംഗ് പെയർ മാറ്റ് ഹെൻറിയും ജാക്സനുമായി. എല്ലാ മത്സരങ്ങളും നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ന്യൂസിലൻഡ് കളിച്ച എല്ലാ മത്സരങ്ങളും തുടക്കത്തിൽ തന്നെ ഒരു സ്റ്റാർട്ട് ഈ രണ്ട് ബോളേഴ്സും ന്യൂസിലൻഡിന് നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചും ഇത്തവണ രോഹിത് വളരെ കൂടുതൽ കെയർഫുൾ ആയിരിക്കും. വളരെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങോട്ട് സ്ട്രോക്ക് പ്ലേയിലേക്ക് അദ്ദേഹം ഉടനെ നീങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രം നല്ലൊരു ഫൗണ്ടേഷൻ. കാരണം ശ്രീലങ്കയിൽ എന്താ പറഞ്ഞ ഇവിടുത്തെ വിക്കറ്റ് പോലെയല്ല, പാകിസ്ഥാന്റെ വിക്കറ്റുകൾ പോലെയല്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 270 എത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു വിന്നിംഗ് സ്കോർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ 249 എടുത്തിട്ടല്ലേ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചത്. ഒരു 270 എത്തിയാൽ തന്നെ നമുക്ക് ബോളേഴ്സിന് നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടും, അവർക്കൊരു ബോൾ ചെയ്യാനുള്ള ധൈര്യം കൂടും. പിന്നെ ഒന്ന് വ്യക്തമാണ്, ഇന്ത്യൻ ഇന്നത്തെ കളി നടക്കാൻ പോകുന്നത് ന്യൂസിലൻഡ് ബാറ്റ്സ്മാൻ വേഴ്സസ് ഇന്ത്യൻ സ്പിന്നേഴ്സാണ്.